പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജാതികൾ സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്ന കാലത്ത് എങ്ങനെ ജാതികളെ ദൈവത്തിൻ്റെ മക്കളെന്ന് കരുതാം എന്നൊരു വിഷയം അപ്പോസ്തലന്മാരുടെ മുൻപിൽ വലിയൊരു ചർച്ചയ്ക്കായിട്ട് വന്നു. അന്ന് പത്രോസ് വളരെ വ്യക്തമായി കൂടിയിരുന്ന ജനങ്ങളെ തൻ്റെ മുൻപിൽ ചോദ്യവുമായിട്ട് വന്ന ജനങ്ങളുടെ മുൻപിലെല്ലാം ജാതികളുടെ മേലിൽ ദൈവം എപ്രകാരം തൻ്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. പത്രോസ് പറഞ്ഞതിന് ശേഷം യാക്കോബ് താനും എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിച്ച വാചകത്തിൽ 2 വാക്യം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം. പത്രോസ് പറഞ്ഞതിന് ശേഷം യാക്കോബ് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്: സഹോദരന്മാരെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ. ദൈവം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ച വിഷയം സിമോൻ പറഞ്ഞത് നിങ്ങൾ കേട്ടുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് നമ്മെ ആദ്യമായിട്ട് നമ്മളുടെ മേൽ ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടായ ഒരു ദിവസം, ഒരു പ്രത്യേക സമയം, അതാണ് ചൂണ്ടിക്കാട്ടുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു രക്ഷിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതോ പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറഞ്ഞ അന്യഭാഷകളിൽ സംസാരിക്കുന്നതോ മർമ്മങ്ങളെ കുറിച്ച് വലിയ വലിയ വാചാലമായി സംസാരിക്കുന്നതോ പാടുന്നതോ വിഷയത്തെക്കുറിച്ചല്ല യാക്കോബ് പറയുന്നത്. ജാതികളുടെ ഇടയിൽ നിന്ന് തനിക്ക് വേണ്ടി തൻ്റെ സ്വന്തമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ജനത്തെ ആദ്യമായി തിരഞ്ഞെടുക്കുവാൻ ആദ്യമായി കടാക്ഷിച്ചതായ സമയം, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകത നൽകുന്നതായ സമയമാണ്. ഒരു അർഹതയും ഒരു യോഗ്യതയും പഠിപ്പും ജ്ഞാനവും ന്യായപ്രമാണത്തെക്കുറിച്ചോ കർത്താവിനെക്കുറിച്ചോ രക്ഷയെക്കുറിച്ചോ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു കാലം, ജാതികളായി എണ്ണപ്പെട്ടിരുന്നതായ കാലം, ജാതികളുടെ പാരമ്പര്യങ്ങൾ അനുസരിച്ച് അനേകം മിഥ്യാമൂർത്തികളെയൊക്കെ ആചരിച്ചും ആരാധിച്ചും അവരുടെ തത്വങ്ങളിലൊക്കെ ഊന്നിയും രക്ഷയ്ക്ക് വേണ്ടിയും മോക്ഷത്തിന് വേണ്ടിയും ആ തത്വങ്ങളിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് ദൈവം താനും ഇറങ്ങി വന്ന് തനിക്ക് വേണ്ടി ജനങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ജാതികളിൽ നിന്ന് ഒരു കൂട്ടം ജനത്തെ തനിക്കായി തിരഞ്ഞെടുപ്പാൻ ആദ്യമായി കടാക്ഷിച്ച യാക്കോബ് അതാണ് പറയുന്നത്. ആദ്യമായി കടാക്ഷിച്ചതായ സന്ദർഭം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്ന ചില ഉറപ്പിനെ കുറിച്ചാണ് യാക്കോബ് പറയുന്നത്. ഒരു പക്ഷെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടുള്ളവരായിരിക്കാം, ക്രിസ്ത്യാനികളെന്ന് പേരുള്ളവരായിരിക്കാം, പാരമ്പര്യം ധാരാളം നമുക്കുണ്ടായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, വിശ്വസിക്കുന്നവരായിരിക്കാം, കാര്യങ്ങളൊക്കെ ശരിയാണ്. അതിനങ്ങേപ്പുറത്ത് ഒരു വലിയ ഒരനുഭവത്തെക്കുറിച്ച് യാക്കോബ് എടുത്തു കാണിക്കുകയാണ്. തനിക്കായിട്ട് ഉള്ള ഒരു സ്വന്തം ജനമായി നമ്മളെ തിരഞ്ഞെടുക്കുവാൻ ആദ്യമായി കടാക്ഷിച്ച ഒരു സന്ദർഭം, നമ്മുടെ ജീവിതത്തെ രാജകീയ തുല്യമുള്ള അല്ലെങ്കിൽ ഒരു രാജകുടുംബമാക്കി നമ്മെ ബോധ്യപ്പെടുത്തിയതായ സമയം. പത്രോസ് ആ വിഷയത്തെക്കുറിച്ച് പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും സ്വന്തം ജനവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ജാതികളോട് പറയുക, നമ്മൾ കർത്താവിൻ്റെ സ്വന്തം ജനമായെന്ന്. ഇനിയും നമ്മൾ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നവരല്ല. ജാതികളുടെ പാരമ്പര്യവും മിഥ്യാമൂർത്തികളിലുള്ളതായ ആശ്രയവും വണക്കവും ആ ഒരു രീതിയിൽ മോക്ഷത്തിന് വേണ്ടി ഓടുന്ന ഓട്ടമല്ല. ഇനിയും നമ്മൾ സ്വന്തം ജനമായി തീർന്നതിനാൽ അതിനങ്ങേപ്പുറത്തോ ഒരവകാശം കൂടെ നമുക്ക് നൽകി. ആ അവകാശത്തിൻ്റെ പേരാണ് അബ്ബാ, പിതാവേ എന്ന് വിളിക്കുവാനുള്ളതായ ഒരവകാശം. സ്വർഗസ്ഥനായ ദൈവത്തെ അബ്ബാ, പിതാവേ എന്ന് വിളിക്കുവാൻ ഭൂമിയിൽ അവകാശം ആർക്കും കൊടുത്തിട്ടില്ല. ഈവൻ യഹൂദന്മാർ പോലും കർത്താവിനെ, ദൈവത്തെ അങ്ങനെ വിളിച്ചിരുന്നില്ല. സർവശക്തനായ ദൈവത്തെ അവരങ്ങ് അകലെ നിന്നും കൊണ്ട് മറ്റ് പല പല ബഹുമാന്യമായ അല്ലെങ്കിൽ അവരുടെ നാവ് കൊണ്ട് ഉച്ചരിക്കുവാൻ പോലും അവർ ഭയപ്പെട്ടിരുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് ആ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിച്ചു കൊണ്ടിരുന്ന ഒരു കാലത്ത് കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയാണ്, ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാത്തവരെ പഠിപ്പിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ പ്രഭാതത്തിൽ ലഭിച്ചിട്ടുള്ളതായ നമ്മുടെ കയ്യിലിരിക്കുന്നതായ ഒരു ബഹുമതിയെക്കുറിച്ചാണ് അപ്പോസ്തലനായ യാക്കോബ് വചനത്തിലൂന്നി നമ്മോട് സംസാരിച്ചതായ വചനം പരിശുദ്ധാത്മാവ് നമുക്കായിട്ട് ഈ പ്രഭാതത്തിൽ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. നമുക്കൊരവകാശം നമ്മുടെ കയ്യിലുണ്ട്. അബ്ബാ പിതാവേ. ആ പിതാവ് എന്നുള്ളതായ ഒരു സ്ഥാനം മക്കൾ അപ്പനെ വിളിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ വിളിക്കുന്നത് പോലെ ആർക്കും വിളിക്കാൻ കഴിയുകയില്ല. നമ്മുടെ കൊച്ചുമക്കൾ അടുത്ത് വന്ന് അപ്പച്ച എന്ന് വിളിക്കുമ്പോൾ, അമ്മച്ചി എന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ പപ്പ, മമ്മി, ഡാഡി, മമ്മി എന്നൊക്കെ വിളിക്കുമ്പോൾ അതിനൊരു ഈണമുണ്ട്, ഒരു താളമുണ്ട്. നമ്മളെ വിളിക്കുന്ന വിളി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ആ താളം അറിയൂ. വേറൊരാൾക്ക് അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയില്ല. എത്ര ഇമിറ്റേറ്റ് ചെയ്താലും ആ താളം ശരിയാകില്ല. അതുപോലെയാണ് കർത്താവ് നമുക്കായിട്ട് സ്വന്തം ജനമായി നമ്മെ തിരഞ്ഞെടുത്ത, ആദ്യമായി നമ്മെ കടാക്ഷിച്ചതായ ആ ദിവസം നമ്മൾ ദൈവത്തെ വിളിക്കുവാൻ നമുക്കൊരു ട്യൂണിങ് നമ്മുടെ നാവിൽ തന്നിട്ടുണ്ട്, നമ്മുടെ ആത്മാവിൽ തന്നിട്ടുണ്ട്. ഒരു താളമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ താളത്തിൽ കൂടെ വിളിക്കുമ്പോൾ ദൈവം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നുണ്ടെങ്കിൽ യെസ്, നിന്നെ സ്വന്തം ജനമായി തിരഞ്ഞെടുക്കുവാൻ ദൈവം കടാക്ഷിച്ചു എന്ന് നിൻ്റെ ഹൃദയത്തിലൊരു ബോധ്യം. എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കുന്നില്ല എന്നൊരു ബോധ്യമാണ്, നിരാശയാണ് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോരാ, അല്പം കൂടെ നിനക്ക് ദൈവസന്നിധിയിലേക്ക് വീണ്ടും കടന്നു ചെല്ലുവാനുണ്ട്. നീ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, നിന്നിൽ ദൈവം കടാക്ഷിച്ചതായ ആ കടാക്ഷത്തിൻ്റെ ബോധ്യം കേവലം ഒരു പ്രാർത്ഥനയ്ക്കും ചില ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുകയില്ല. നമ്മൾ നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കൊച്ചുമക്കളും ഒക്കെ കടന്നു വന്ന് ഒരാവശ്യമില്ലെങ്കിലും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചാ എന്ന് വിളിക്കും, അമ്മച്ചി എന്ന് വിളിക്കും. അതവരുടെ ഭാഷയാണ്, അവരതിൽ സന്തോഷിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ കർത്താവിനെ വിളിക്കുന്നതിൽ നമ്മുടെ സങ്കടങ്ങളിൽ, ദുഃഖങ്ങളിൽ, ആവശ്യങ്ങളിൽ നമുക്കൊരാവശ്യം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ഒരവകാശത്തിൻ്റെ ആ ബോധ്യത പിതാവിനെ, അപ്പനെ, അബ്ബാപിതാവിന് ബോധ്യപ്പെടുത്തുക. തൻ്റെ മക്കളാണെന്നുള്ളതായ ആ അവകാശം, നമുക്ക് തന്നിരിക്കുന്ന അവകാശം ദിനവും നമ്മൾ കയ്യിലെടുത്ത് ഉപയോഗിക്കുന്നവരായിരിക്കണം. സങ്കടങ്ങൾ, ധാരാളം വേദനകളും ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മെ വേദനിപ്പിച്ച് നമ്മെ ദുഃഖിപ്പിക്കുകയാണെന്നുള്ള വിചാരമുണ്ടാകരുത്. നമുക്കതിന് മുൻപിൽ ദൈവത്തിന് പല നടത്തിപ്പുകളും കാണും. നമ്മുടെ പ്രയാസങ്ങളിലും നമ്മുടെ വേദനകളിലുമൊക്കെ നമ്മോട് ചിലപ്പോൾ ദൈവം നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തതായ ചില അത്ഭുതകരമായ പാതകളിലേക്ക് ദൈവം നമ്മെ നടത്തുകയാകും. ദൈവം ദോഷങ്ങളാൽ മനുഷ്യനെ പരീക്ഷിക്കുന്നില്ല എന്ന് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു. ജാതികളിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തതായ തിരഞ്ഞെടുപ്പിൻ്റെ കടാക്ഷത്തെക്കുറിച്ച് ആദ്യമായിട്ട് കടാക്ഷിച്ചതായ അനുഭവം, നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നിരിക്കുന്നതായ ആ പ്രത്യേകതയെ നമുക്ക് എടുത്തു കാണിച്ച യാക്കോബ് തന്നെയാണ് പറയുന്നത്. ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പല ദോഷങ്ങളും നമ്മൾ കാണുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ദോഷം സംഭവിച്ചു എന്ന് വിചാരിക്കരുത്, അങ്ങനെ പറയരുത്. നമ്മുടെ അബ്ബാപിതാവ്, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. എന്നാൽ അതിൻ്റെ പിന്നിലുള്ളതായ ചില നന്മകളെക്കുറിച്ച് ഗ്രഹിക്കുവാൻ നമ്മുടെ ബുദ്ധിയെ നമുക്ക് തുറക്കേണ്ടതായിട്ടുണ്ട്. തിരുവചനങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതി പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ നടത്തിപ്പുകളെ മനസ്സിലാക്കുവാൻ കർത്താവ് നമുക്ക് പ്രത്യേകമായ ജ്ഞാനം തരണം, സഹിഷ്ണുത തരണം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എങ്ങനെയാണ് സഹിക്കുന്നത്? ടുമാറോ ദ തിങ്സ് വിൽ ഗെറ്റ് ചേഞ്ച്. നാളെ ഈ അന്തരീക്ഷത്തിനൊക്കെ മാറ്റം വരും. ഇന്ന് ഞാൻ സഹിക്കുന്നു, ഇന്ന് ഞാൻ കരയുന്നു, പക്ഷെങ്കിൽ നാളെ എന്നെ ദൈവം സന്തോഷിപ്പിക്കുന്ന ഒരു സുദിനം, ഒരു പ്രഭാതം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ചര്യകളിൽ, എൻ്റെ ജോലികളിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ ആവശ്യങ്ങളുടെ മുൻപിൽ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നാളെ ഒരു സുപ്രഭാതമുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യനാണ്, ഒരു കുടുംബമാണ്, ഒരു ജാതിയാണ്, ഒരു വംശമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനം. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കുന്ന നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രാവശ്യം കൂടെ ബോധ്യപ്പെടുത്തുകയാണ്.
സങ്കടങ്ങളിലും ഭാരങ്ങളിലും ഞെരുക്കങ്ങളിലും വേദനകളിലും രോഗശയ്യയിലും കരയുകയും വേദനപ്പെടുകയും നിലവിളിക്കുകയും ആവലാതി പറയുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. ദൈവം നിന്നെ സഹായിക്കും. അവൻ തക്ക സമയത്ത് നിനക്ക് വിടുതൽ തരും. നിന്റെ യാതനകളും പ്രയാസങ്ങളും ഒക്കെ ദൈവം കാണുന്നുണ്ട്. പക്ഷെങ്കിൽ നീ നിന്റെ ഹൃദയത്തിൽ അവകാശത്തോടുകൂടി അബ്ബാ പിതാവേ എന്ന് ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ നിന്റെ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസത്തെക്കുറിച്ച്, ആദ്യമായി നിന്റെ കുടുംബത്തിൽ ആ രക്ഷ വന്നിറങ്ങിയതായ ദിവസത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, പോകുന്ന സമയങ്ങളിലൊക്കെയും നീ കടന്നു പോകുന്ന പാതകളിലൊക്കെയും നിന്റെ ജീവിതത്തിലൊരു ഷ്യൂരിറ്റി ഉണ്ടാകും. ഞാൻ ദൈവത്തിൻ്റെ സന്തതിയാണ്, അവൻ്റെ സ്വന്തം ജനമാണ്, അവൻ്റെ സ്വന്തം വംശമാണ്, അവൻ്റെ സ്വന്തം മക്കളാണ് എന്നുള്ളതായ ബോധ്യം നിന്റെ ജീവിതത്തിലുണ്ടാകുമ്പോൾ തലമുറയായി അവൻ്റെ ദയയും കടാക്ഷയും വിശ്വസ്തതയും നിന്നെയും നിന്റെ തലമുറകളെയും നിന്റെ കുഞ്ഞുങ്ങളെയും പോറ്റി പുലർത്തും. നിന്റെ കുടുംബത്തിൽ സമാധാനം വാഴുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ്.